പ്ലീസ് എന്നെ കിങ് എന്ന് വിളിക്കരുത്. പാക് മാധ്യമങ്ങളോട് പാകിസ്ഥാൻ ക്രിക്കറ്റർ ബാബർ അസമിന്റെ റിക്വസ്റ്റാണിത്. പാകിസ്ഥാനിൽ നടക്കുന്ന ത്രിരാഷ്ട്ര പരമ്പരയിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ മത്സരശേഷമായിരുന്നു പ്രതികരണം. വ്യക്തിപരമായ നേട്ടങ്ങളെക്കാളും വിശേഷണങ്ങളെക്കാളും ടീമിന്റെ വിജയത്തിനാണ് പ്രാധാന്യം നൽകുന്നതെന്നും ബാബർ അസം വ്യക്തമാക്കി. ദയവു ചെയ്ത് തന്നെ ഇനി കിങ് എന്ന് വിളിക്കരുതെന്നും താൻ കിങ് അല്ല, അത്രത്തോളം എത്തിയിട്ടില്ല എന്നും ബാബർ പറയുന്നു. ടീമിൽ തനിക്കിപ്പോൾ പുതിയ റോളാണ്. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ റെക്കോർഡ് റൺ ചേസിൽ സെഞ്ചുറികളുമായി തിളങ്ങിയ ആഗ സൽമാനെയും മുഹമ്മദ് റിസ്വാനെയും ബാബർ അഭിനന്ദിക്കുകയും ചെയ്തിട്ടുണ്ട്. ദക്ഷിണാഫ്രിക്ക ഉയർത്തിയ 353 എന്ന കൂറ്റൻ വിജയലക്ഷ്യം ഒരു ഓവർ ബാക്കി നിൽക്കെ പാകിസ്ഥാൻ മറികടന്നിരുന്നു. കിങ് എന്ന് വിളിക്കരുത് എന്ന് പറഞ്ഞ ബാബർ ആ മത്സരത്തിൽ 23 റൺസ് മാത്രമെടുത്ത് പുറത്തായിരുന്നു. സമീപകാലത്ത് മോശം ഫോമിലാണെങ്കിലും അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല എന്നും ഓരോ മത്സരത്തെയും ഓരോ വെല്ലുവിളിയായാണ് കാണാൻ ആഗ്രഹിക്കുന്നതെന്നും ബാബർ പറയുന്നു. 2023 ഓഗസ്റ്റിൽ നേപ്പാളിനെതിരെ മുൾട്ടാനിലാണ് ബാബർ അവസാനം തന്റെ രാജ്യാന്തര സെഞ്ചുറി കുറിച്ചത്. ചാമ്പ്യൻസ് ട്രോഫിയിൽ ആരാകും ഓപ്പണർ എന്ന ചോദ്യത്തിന് പാക് ക്യാപ്റ്റൻ മുഹമ്മദ് റിസ്വാനും ബാബറിനെ കിങ് ഉണ്ടല്ലോ എന്ന് വിശേഷിപ്പിച്ചിരുന്നു. അതേസമയം ത്രിരാഷ്ട്ര പരമ്പരയിൽ ദക്ഷിണാഫ്രിക്കയെ തോൽപ്പിച്ച പാകിസ്ഥാൻ ഫൈനലിലെത്തി. ന്യൂസിലാൻഡാണ് ഫൈനലിൽ എതിരാളികൾ. ഈ മാസം 19-ന് തുടങ്ങുന്ന ചാമ്പ്യൻസ് ട്രോഫിയിൽ ന്യൂസിലാൻഡാണ് പാകിസ്ഥാന്റെ ആദ്യ എതിരാളികൾ എന്നതും ശ്രദ്ധേയമാണ്. 23-നാണ് ദുബായിൽ ആരാധകർ കാത്തിരിക്കുന്ന ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. സ്പോർട്സ് ഡെസ്ക് സി മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.